ശ്രീലേഖ IPS ഇന്നലെയൊക്കെ വി കെ പ്രശാന്ത് ചാനലുകളിൽ നിറഞ്ഞു നിന്നു. ഞാനാണ് ഏറ്റവും വലുത്, എനിക്ക് താഴെയാണ് കൗൺസിലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് MLA ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കാൻ പ്രശാന്ത് തയ്യാറാണ് എന്നുള്ളത്. കാരണം CPM കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരം നിർദ്ദേശം കിട്ടിയിരിക്കുന്നു എന്നാണ്. ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ BJP മുഴുവൻ അരിച്ചു പെറുക്കി അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നു. ലക്ഷങ്ങളുടെയും കോടികളുടെയും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 250 രൂപയ്ക്കൊക്കെ 300 സ്ക്വയർ ഫീറ്റിന് താമസിക്കുന്നത് 1000 രൂപയ്ക്ക് താഴെയാണ് വാടക. മൊത്തം അരിച്ചു പറക്കാൻ BJP ഒരുങ്ങുമ്പോൾ ആര്യ രാജ്യത്തിന് ഉൾപ്പെടെ പറയുന്നത് കൂടുതൽ അരിച്ചു പറക്കാൻ സമ്മതിക്കേണ്ട, അങ്ങ് ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ മൊത്തം കഥകളും കേരളത്തിലെ ജനങ്ങൾ അറിയുമെന്നാണ്. സത്യത്തിൽ ഇത് BJPയുടെ ഒരു തന്ത്രമായിരുന്നോ? BJPയുടെ തന്ത്രമല്ലല്ലോ, ഇതൊരു രാഷ്ട്രീയ തന്ത്രം. CPM ഒരു വിഷയം എടുത്ത് അത് രാഷ്ട്രീയമാക്കാൻ നോക്കി. അതിനകത്ത് BJPയെ പെടുത്താനാണ് നോക്കിയത്. BJPയെ പെടുത്താനെന്ന് പറഞ്ഞാൽ വന്നില്ലേ, MLA പോലും ഒരു കൗൺസിലറായിട്ട് ജയിച്ച ആൾ MLA ഓഫീസിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത, അത് പൊളിച്ചവർ. കാരണം MLA ഓഫീസിൽ നിന്ന് ഇറക്കി വിടാനല്ല, ഇപ്പം ശാസ്തമംഗലത്താണ് ഈ ഓഫീസ്. ഇത് കൗൺസിലർക്ക് ഇരിക്കേണ്ട ഓഫീസാണ്. അവിടെ ഈ പറയുന്ന ഇത്രയും കാലം 42 കൊല്ലം കൊണ്ടുള്ള സ്വാധീനം വെച്ചിട്ട്, ഒരുപക്ഷെ നേരത്തെ BJP കൗൺസിലർ ആണോ അതെനിക്ക് വ്യക്തതയില്ല, ആണെങ്കിലോ അല്ലെങ്കിൽ CPM കൗൺസിലർ ആണെങ്കിലോ അയാൾ ഇന്ന മൂലയ്ക്കോട്ട് ഇരുന്നാൽ മതി, ഞാൻ അവിടെ ഇരുന്നു കൊള്ളാം, അങ്ങനെ ഒക്കത്തുള്ളൂ എന്നുള്ള രീതിയായിരുന്നല്ലോ. കാരണം കോർപ്പറേഷൻ അവരുടെ കയ്യിലായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഇപ്പം ഇവർ വന്നപ്പോൾ ഇവർക്ക് തമ്മിൽ നല്ല ബന്ധമാണ്, കുടുംബ ബന്ധമാണ്. മകൻ്റെ കല്യാണം നടന്ന സമയത്ത് ഇവർ പോലീസിലിരിക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കാർമ്മികത്വം വഹിക്കുന്ന പോലെ വഹിച്ച ആളാണ് പ്രശാന്ത് എന്ന് പറയുന്ന മേയർ. അപ്പോൾ അയാളുടെ അടുത്ത് പേഴ്സണലിയാണ് ഇവർ സംസാരിക്കുന്നത്. ഓഫീസൊന്ന് ഒഴിഞ്ഞു തന്നാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറി എനിക്ക് അതിനകത്തിരുന്ന് കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാം, ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പം അവരുടെ ആവശ്യങ്ങൾ വന്ന് പറയാൻ പറ്റുന്ന ഒരു ഇടം അവർക്ക് ഉണ്ടാക്കണമല്ലോ. അതിനുവേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ എടുത്ത് പബ്ലിക്കിലാക്കി അങ്ങ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒഴിയണമെന്ന്. അത് കോർപ്പറേഷൻ്റെ കെട്ടിടമായതുകൊണ്ടല്ലേ, കോർപ്പറേഷൻ അവരുടെ കയ്യിലോട്ട് കിട്ടിയപ്പോഴത്തേന് കണ്ടില്ലേ ധാർഷ്ട്യം എന്നുള്ള രീതിയിലേക്ക് രാവിലെ തൊട്ടേ വാർത്തയായില്ലേ. മന്ത്രിമാർ മൊത്തം ഇറങ്ങിയില്ലേ, പിണറായി വിജയൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സംസാരിച്ചില്ലേ. പിണറായി വിജയൻ്റെ തലച്ചോറായിരിക്കുമെന്ന് ഇതിൻ്റെ പുറകിലെന്ന് നമ്മൾ വിചാരിക്കേണ്ടി, CPM തലച്ചോറാണ്. അപ്പം ഇവർ ഇത്രയും വിചാരിച്ചില്ലേ, വിചാരിച്ചൊരു പോലീസല്ലേ, പോലീസിൻ്റെ ബുദ്ധിയല്ലേ ഉള്ളതുള്ളൂ, രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ബൈറ്റുകൾ രണ്ടിടത്തുനിന്ന് മേടിക്കുന്നു. ഇതുപോലെ ശ്രീലേഖ എടുത്തു വന്ന് പറഞ്ഞു, ശ്രീലേഖ പ്രശാന്ത് പറഞ്ഞത് എങ്ങനെയാ, അവരങ്ങനെ കാണിക്കാവോ, MLA എടുത്താന്നോ പറയുന്നത്, MLA ആണോ ഒഴിയുണ്ടോന്നുള്ള രീതി സംസാരിച്ചു. ശ്രീലേഖ എടുത്തു എന്ന് പറഞ്ഞു, അയ്യോ അതെൻ്റെ അനിയനല്ലേ, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ഇത് ഇങ്ങനെ സംഭവം, നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു. ഇയാളെ വിളിച്ചോണ്ട് ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് അയാളെ കൊണ്ട് അങ്ങനെ പറയിച്ചു. ആ പാടെ തീർന്നില്ല. പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ കൊട്ടേക്കറി പൊളി. ഇന്നലെ തൊട്ട് ചാനലുകൾ ഇവരുടെ മുറി കാണിക്കുന്നത്, ഈ പറയുന്ന മുറി ഇവരിരിക്കേണ്ട മുറിയാണ് കാണിക്കുന്നത്. മുറി ക്ലോസറ്റിനകത്തായിരിക്കും, ക്ലോസറ്റ് അപ്പുറത്തിരിക്കുന്നത്, അതിൻ്റെ ഇപ്പുറത്ത് കൗൺസിലർക്ക് ഇരിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനകത്ത് ശരിയും ശരികേടും ലോകം മനസ്സിലാക്കി. ഇനി ഇതിനകത്ത് മസിൽ പിടിച്ച് നിന്നാൽ ഈ പറയുന്നത് പോലെ CPM വഷളാവും. ഇതിനകത്ത് പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരെടുത്ത വെട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയാണ്. അത് CPM മുമ്പേ കണ്ടു. പ്രശാന്ത് ആണല്ലോ വട്ടിയൂർക്കാവ് MLA. ഇവരവിടെ വന്നാൽ പ്രശാന്തിന് വിയർക്കേണ്ടി വരും, CPMന് വിയർക്കേണ്ടി വരും. മത്സരം കഴിഞ്ഞ് ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയത്തില്ല. ഈസി വാക്ക് ഓവർ അല്ല വട്ടിയൂർക്കാവ്. ഈ BJPക്ക് വളരെ കൃത്യമായ സ്വാധീനമുണ്ട്. ഏറ്റവും കൂടുതൽ വാർഡുകൾ, ഒരുപക്ഷെ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകൾ ഉള്ളതിൽ BJP ജയിച്ചിരിക്കുന്ന വട്ടിയൂർക്കാവിൽ നേമത്തുക. അതുകൊണ്ടാണല്ലോ അവിടുത്തെ ഏറ്റവും നല്ല MLA ആയിരുന്ന കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ മുരളീധരൻ പറഞ്ഞു എനിക്ക് വട്ടിയൂർക്കാവ് പറ്റുന്നില്ല, ഞാൻ വേറെ എവിടെയും മത്സരിച്ചു. വട്ടിയൂർക്കാവേ എന്ന് പറഞ്ഞോളൂ. എന്താ അപ്പോൾ വട്ടിയൂർക്കാവിൽ എന്തുകൊണ്ട് മുരളി മത്സരിക്കുന്നില്ല? മുരളി എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ. ഇപ്പോൾ ആ അവസ്ഥ മാറിയില്ലേ. അപ്പം അതുകൊണ്ട് ഇവരെ തളയ്ക്കാൻ ഇവരിങ്ങനെയാണ്, BJP ഇങ്ങനെയാണ്, BJP അല്ലെങ്കിൽ ഇത്തരത്തിൽ ധാർഷ്ട്യമാണ്, ഒരു കാര്യം ഏൽപ്പിക്കാൻ കഴിയും. ചെറിയ വിഷയം വന്നപ്പോഴത്തേക്കും നമ്മുടെ ജനകീയമായ MLA കൈകാര്യം ചെയ്യാൻ നോക്കുന്ന കണ്ടില്ലേ. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന കുട്ടിമേയർ ഉണ്ടായിരുന്നല്ലോ, ആര്യക്കുട്ടി ആകപ്പാടെ പെട്ടിരിക്കുകയാണ്. രാജേഷ് കയറിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വികസനത്തിന്റെ പിറകിലാണ്, അഴിമതിയും അന്വേഷിക്കും. അഴിമതി വലിയ കൂടുതലായിട്ടുണ്ട്. ഇവരുടെ അഴിമതി ഇതുവരെ വെളിയിൽ വരാഞ്ഞതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ 40 കൊല്ലം കൊണ്ട് ഇവർ തന്നെ ഭരിക്കുന്നത്. 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള അഴിമതി അടുത്ത ആളെ ഏറ്റെടുക്കും, അതവിടെ ഇരുന്നോട്ടെ, അടുത്ത ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് ഒരിക്കലും പോകുമെന്ന് വിചാരിച്ചില്ല. ഈ അഴിമതി അന്വേഷിച്ച് പുറകോട്ട് തിരക്കിയാൽ അവർ ഏതെല്ലാം മേഖലയിൽ അഴിമതി
നടപടി നടത്തിയിട്ടുണ്ട്. അവിടുത്തെ വരുമാനം അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കെട്ടിടങ്ങൾ 40 കൊല്ലം മുമ്പ് കൊടുത്ത വാടകയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം രാജേഷ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ഇപ്പുറത്ത് ഒരു ദിവസത്തേക്ക് 3000 രൂപയ്ക്ക് വാടകയ്ക്ക് ഇരിക്കുന്ന റൂമിന്റെ അപ്പുറത്ത് കോർപ്പറേഷൻ്റെ 350 രൂപ മാസ വാടകയ്ക്ക് ഇരിക്കുന്നുള്ളതുണ്ട്. അപ്പൊ അത് മാറ്റി തീരുമാനിക്കണ്ടേ, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനം മാറ്റി കൊടുക്കണ്ടേ? ഇതിന്റെ ഒന്നും കാര്യമില്ല. ആരെയൊക്കെ ഫേവർ ചെയ്യുന്നു? അതായത് CPM താല്പര്യമുള്ളവരെ ഫേവർ ചെയ്ത്, അതായത് കോർപ്പറേഷന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ വരുമാനം പലർക്കായിട്ട് അല്ല വരുമാനം ഇല്ലായ്മ ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പലർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നു. ഇതിനകത്തൊക്കെ ഒരുപക്ഷെ 350 രൂപയ്ക്ക്, ഞാൻ ഉദാഹരണം പറയാം, ശരിയോ തെറ്റ്, 350 രൂപയ്ക്ക് തന്നെ അവിടെ ഇരിക്കുക. ആ റൂമിന് ഒരു ദിവസം 3000 രൂപ വെച്ച് കിട്ടും. മാസം എത്രയായി? 1 ലക്ഷം രൂപ. അതെ, അപ്പോൾ ഒരു 50,000 രൂപ അങ്ങ് പാർട്ടി ഫീസ് തന്നേച്ചാൽ മതി, അല്ലെങ്കിൽ 50,000 രൂപ മേയർ തന്നേച്ചാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് കച്ചവടം ചെയ്താൽ ഇത് മൊത്തം കൂടെ എത്ര കോടി രൂപ വരും? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ ഫേവർ ചെയ്യുന്നത് ഈ 3000 രൂപയ്ക്ക് ഒരു ദിവസം എടുക്കാനും ആ റൂമിന് ആളുണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആണ് അവിടെ നടന്നത്. അതുകൊണ്ട് ശ്രീലേഖ ഇത് പൊളിച്ചു. ശ്രീലേഖ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം, ഇവരുടെ രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രീലേഖ ഇങ്ങനെയാണ്. കാരണം ശ്രീലേഖ എപ്പോഴും BJP ശ്രീലേഖയെ എടുത്തിരിക്കുന്നത് അവർക്കറിയാം, ചുമ്മാതെയല്ല. BJP ശ്രീലേഖയെ കോർപ്പറേഷനിൽ മത്സരിപ്പിച്ചതും അല്ലെങ്കിൽ അവർ കോർപ്പറേഷനിൽ ആയാലും ഞാൻ മത്സരിച്ചോളാം, ജനത്തിനെ സേവിച്ചോളാം എന്ന് തീരുമാനിച്ച് BJPയുടെ കൂടെ നിൽക്കുന്നതും ചുമ്മാതെയല്ല. അവർക്ക് നാളെ കാലത്ത് കൃത്യമായ ഉത്തരവാദിത്വത്തോടുകൂടി ഈ പറയുന്ന എല്ലാവരും ഇപ്പൊ തന്നെ മാധ്യമങ്ങളിലൂടെ പുറയുന്ന മാറുന്നില്ല. അവരൊന്നുമല്ല, കൗൺസിലറാണ്, മേയർക്കും മേലെയാണ് നിൽക്കുന്നത്. നാളെ കാലത്തെ അവരെ സല്യൂട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ സല്യൂട്ട് ചെയ്യത്തക്ക രീതിയിലേക്കുള്ള ഒരു പോസ്റ്റിനകത്ത് അവരെ കൊണ്ടുവരും. അത് ആദ്യമേ നോക്കുന്നത് MLA ആക്കാനായിരിക്കും. MLA ആക്കാൻ ഒത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അല്ലെങ്കിൽ അവർ മത്സരിച്ച് ഒരുപക്ഷെ തോറ്റുപോയാൽ അവർക്ക് വേറെ രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ ഈ ഗവർണർ പദവിയോ ഒക്കെ കൊടുത്ത് അവരെ വലിയൊരു പോസ്റ്റിൽ കൊണ്ടുവന്ന് പാർട്ടിക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഷോക്കേസ്, അല്ലെങ്കിൽ ഇവിടെ ഇത് കണ്ടോ ഇതുപോലെ ആയിരിക്കും കേരളം മൊത്തവും BJP വന്നാലെന്നുള്ള രീതിയിലേക്ക് തിരുവനന്തപുരത്തെ കാണിക്കുന്നതിനും അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഉദാഹരണമാക്കുന്നതിനും BJP ശ്രമിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അവിടുത്തെ തീരുമാനങ്ങളെല്ലാം കൃത്യം. രാജേഷും ഡെപ്യൂട്ടി മേയറും അല്ലെങ്കിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ടു. രാജേഷ് ഈ പറയുന്ന ചില അഴിമതി ആരോപണങ്ങളൊക്കെ പറയുമ്പോഴും അയാൾ എത്ര ആളും കൊണ്ട് പാർട്ടിക്കകത്തുണ്ട്. പാർട്ടി സംവിധാനത്തെ വളർത്തുന്നതിനകത്ത് രാജേഷിന് വലിയ പങ്കുണ്ട്. അപ്പം രാജേഷ് ഇനി സൂക്ഷിക്കുക. ഇതുവരെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പൈസയൊക്കെ മേടിക്കുന്ന ആൾക്കാർ പറയുന്നത് ശരിയോ തെറ്റോ നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള പറച്ചിൽ പോലും മാറ്റി വെക്കണം. ക്ലീൻ ഇമേജിലേക്ക് വേണം. ഇന്നലെ അയാൾ പറഞ്ഞതുപോലെ എനിക്ക് അടുത്ത പ്രാവശ്യം എൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ 50 നാളെ 75 പോകണം. ആ ഒരു മാനസികാവസ്ഥയിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അവിടെ അതിനുള്ള വരുമാനം കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. തിരുവനന്തപുരം ആയതുകൊണ്ട് ബാക്കിയുള്ളതിനെക്കാട്ടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തിരുവനന്തപുരം ആയതുകൊണ്ട് ഈ എത്ര ഒതുക്കി പിടിച്ചാലും വികസനം വരണ്ടാന്ന് ഏത് ഗവൺമെന്റ് അല്ല ഗവൺമെന്റിന് തീരുമാനിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു രാഷ്ട്രീയ കളി കൃത്യമായിട്ട് CPM ശ്രീലേഖയ്ക്ക് മുമ്പേ എടുത്ത് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാം. ശ്രീലേഖയെ തൂക്കാനാണ് പിണറായി വിജയൻ നോക്കിയത്. പക്ഷേ പിണറായി വിജയനെ തൂക്കി ശ്രീലേഖ എന്ന് വേണം വിചാരിക്കുക. അതെ.